സർ, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിനു ശേഷം 24 മണിക്കൂർ, വെറും 24 മണിക്കൂറിനുള്ളിൽ തങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞിരുന്നത്. പക്ഷേ കോൺഗ്രസിനകത്ത് ഇപ്പോഴും പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടില്ല. സ്ഥാനാർത്ഥികൾ ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയോ ചർച്ചകളോ പോലും ചിലയിടങ്ങളിൽ നടക്കുന്നില്ല എന്നൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതിനിടയിൽ സുധാകരൻ ഉണ്ടാക്കിയ തലവേദന എന്ന് പറയുന്നത് ചെറുതായിരുന്നില്ല. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ, അല്ലെങ്കിൽ കേരളത്തിലെ മിക്ക വാർത്താ മാധ്യമങ്ങളുടെയും ബിഗ് ബ്രേക്കിംഗ് കെ സുധാകരൻ മാത്രമായിരുന്നു. പക്ഷെ സുധാകരനെ ഏത് രീതിയിലായിരിക്കും കോൺഗ്രസ്, അല്ലെങ്കിൽ വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ ഇവരൊക്കെ അനുനയിപ്പിച്ചത് എന്നതൊരു വലിയ ചോദ്യമാണ്. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം കോൺഗ്രസിനകത്തേക്ക് വലിയൊരു പ്രക്ഷോഭം വേണ്ട എന്ന് കെ സുധാകരൻ തീരുമാനിച്ചത്? ഇങ്ങനെ അനന്തമായി നീളുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലെങ്കിലും പുറത്തു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. 2 ചോദ്യങ്ങൾ, ജയശങ്കർ സർ. ഇതില് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ സുധാകരൻ വിഷയം കോൺഗ്രസ് തന്നെ ഉണ്ടാക്കി തീർത്തൊരു വിഷയമാണ്. കാരണം സുധാകരനെ KPCC പ്രസിഡന്റ് ആക്കിയത് എങ്ങനെയാണെന്ന് കോൺഗ്രസ് നേതൃത്വം മറന്നുപോയി. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് സുധാകരൻ BJP നേതൃത്വവുമായിട്ട് ഓപ്പണായി സംസാരിച്ച് ചില നീക്കുപോക്കുകൾ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ തിരക്ക് പിടിച്ച് സുധാകരനെ വിളിച്ച് KPCC പ്രസിഡന്റ് ആക്കുന്നു. അപ്പോൾ സുധാകരൻ ഈ ചർച്ചയിൽ നിന്ന് പിന്മാറി KPCCന്റെ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നു. പിന്നെ സുധാകരൻ KPCC പ്രസിഡന്റായി വളരെ ശക്തമായിട്ട് അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ 2-3 ബൈ ഇലക്ഷനുകളൊക്കെ വരുന്നു. എല്ലാം വളരെ വൻ വിജയം തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ കാലഘട്ടങ്ങളിൽ പലതരം കോൺട്രവേഴ്സി വിത്ത് CPM ഒക്കെ ഉണ്ടാകുന്നു. അതൊക്കെ സുധാകരൻ വളരെ ഭംഗിയായി ശക്തിയായി കൈകാര്യം ചെയ്ത് പാർട്ടിയുടെ ശക്തി കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒന്നും അറിയാതെ ഒന്നും പറയാതെ സുധാകരനെ പിടിച്ച് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇറക്കി വിടുന്നു. ഈ ഇറക്കി വിടുന്ന സമയത്ത് തന്നെ സുധാകരൻ ഇടഞ്ഞു തന്നെയാണ് നിന്നിരുന്നത്. ആ ഇടഞ്ഞു നിന്നിരുന്ന ആനയെ അന്ന് എന്ത് പറഞ്ഞാണ് ഒതുക്കിയത് എന്ന് ചോദിച്ചാൽ സുധാകരനോട് അന്ന് പറഞ്ഞു, വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കണ്ണൂരിൽ ഞങ്ങൾ മത്സരിപ്പിക്കാൻ സുധാകരന് എന്തായാലും അവസരം ഒരുക്കിയിട്ടുണ്ട്, തൽക്കാലം ഈ പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ സുധാകരൻ കണക്കാക്കി അങ്ങനെ അധികം കുഴപ്പങ്ങൾക്ക് നിൽക്കാതെ അന്ന് KPCC പ്രസിഡന്റ് രാജിവെക്കുന്നു. അങ്ങനെ ഇലക്ഷൻ വരുന്നു. കണ്ണൂർ സീറ്റിൽ മത്സരിക്കാം എന്ന് നേതൃത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നേതൃത്വം പിന്മാറുന്നു. സുധാകരന് അവിടെ ചാൻസ് കൊടുക്കുന്നില്ല. ഇപ്പോഴും അവരുടെ കോംപ്രമൈസ് ലിസ്റ്റിൽ സുധാകരൻ കണ്ണൂർ മത്സരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ഇപ്പൊ കാണുന്നത്. അപ്പോൾ അവിടെ വീണ്ടും ഒരു കോംപ്രമൈസ് വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കോംപ്രമൈസ് എന്താണെന്ന് ഇനി നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു വലിയ തമാശയായിരിക്കും. കാരണം ഇപ്പോ ഞാൻ 2 ദിവസം മുന്നേ ആയിട്ട് കണ്ടതാണ്, ഈ വിഷയങ്ങളിലെല്ലാം വളരെ ഭംഗിയായി ചർച്ചയിൽ ഏർപ്പെട്ട ആള് പഴയ നമ്മുടെ AK ആന്റണിയാണ്. AK ആന്റണിയുടെ വാക്കുകളാണ് പലപ്പോഴും സുധാകരൻ കേട്ടിട്ടുള്ളത് എന്നാണ് AK ആന്റണി തന്നെ അവകാശപ്പെടുന്നത്. ആ AK ആന്റണി മിനിഞ്ഞാന്ന് പറഞ്ഞിരിക്കുകയാണ് ഓപ്പണായിട്ട്. AK ആന്റണി ഓപ്പണായി പറഞ്ഞ വാദങ്ങൾ എന്താണെന്ന് അറിയോ? സുധാകരൻ എന്നോ BJPയിൽ പോകേണ്ടതാണ്. ഞാൻ ഒരാള് ഇവിടെ ഉള്ളത് കാരണമാണ് സുധാകരൻ കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുന്നത്. അത് പറയുന്നത് ആരാണ്? AK ആന്റണി. AK ആന്റണിയുടെ മകൻ എവിടെയാണ്? BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ ഇരിക്കുകയാണ്. അത് സ്വന്തം മകനെ പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു അന്തോണിച്ചനാണ് ഈ പറയുന്നത് സുധാകരനെ ഞാൻ BJPയിൽ പോകാതെ ഇവിടെ പിടിച്ചു നിർത്തിയത് എന്റെ കഴിവ് കൊണ്ടാണെന്ന്. അപ്പോ ഒന്ന് ആ വിരോധാഭാസം ഒന്ന് നോക്കിയേ. എന്തോ ആയിക്കോട്ടെ, സുധാകരൻ അവിടെ പിടിച്ചു നിർത്തിയെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷെ ഇപ്പോ വെച്ച ആന്റണി, ഇപ്പോൾ മുന്നിൽ വെച്ച സുധാകരന്റെ മുന്നിൽ വെച്ച ആ ഒരു ഫോർമുല എന്തായിരിക്കും? ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ മനസ്സിൽ തോന്നുകയാണ്, ഇവരുടെ കഴിഞ്ഞ കാലഘട്ടത്തെ ഓരോന്ന് വെച്ച് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോ സുധാകരൻ ഒരു പോളിസി പാർട്ടി വെച്ചിരിക്കുകയാണ്, MP മാരും മത്സരിക്കാൻ പാടില്ല. അത് കാരണം അത് അങ്ങനെ തന്നെ പോട്ടെ. പാർട്ടി ജയിച്ച് അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ സുധാകരൻ തന്നെ ആയിരിക്കും അതിന്റെ മുന്നിൽ ഉണ്ടാവുക എന്നൊരു ഓഫർ ആയിരിക്കും
ഈ പറയുന്ന ആന്റണിയൊക്കെ മുന്നിൽ വെച്ച് തൽക്കാലം സുധാകരന് അടിയറവ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ പാർട്ടി ജയിച്ച് അതായത് ഒരു മോശമാണല്ലോ MP മത്സരിക്കുക എന്ന് പറഞ്ഞ, ആരും മത്സരിക്കുന്നില്ല. അപ്പൊ സുധാകരൻ മത്സരിക്കുമ്പോൾ അത് പ്രതിപക്ഷ കക്ഷികൾക്ക് വളരെയധികം പ്രസംഗിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. അപ്പൊ തൽക്കാലം സഹോദരൻ സുധാകരൻ ഒന്ന് പിന്മാറണം. നമുക്ക് അധികാരം കയ്യിൽ വരുമ്പോൾ സുധാകരൻ തന്നെയായിരിക്കും അതിന്റെ മുന്നിൽ എന്നുള്ള ഒരു വലിയ ഓഫർ വെച്ചിട്ട് തന്നെയായിരിക്കണം സുധാകരൻ ഇപ്പോ ഇതിൽ നിന്ന് പിന്മാറി നിൽക്കുന്നത്. ഇനി ജയിച്ച് കസാര അവിടെ വരുമ്പോഴല്ലേ, അപ്പോഴാണ് അടുത്ത അടി നമുക്ക് കാണേണ്ടുള്ളൂ. ഇപ്പൊ ഈ കസാരയുടെ 4 കോലും വലിച്ച് അത് വേർപ്പെടുത്തി നിൽക്കുന്ന ഒരുപാട് നേതാക്കളെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോ നിലവിൽ. കാരണം മത്സരിക്കാൻ സീറ്റ് പോലും കിട്ടാതെ നിലവിളിച്ച് പാർട്ടിക്ക് വേണ്ടിയിട്ട് തെരുവുകൾ തോറും വെപ്രാളടിച്ച് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഛർദിച്ചു കൂട്ടിയ പല നേതാക്കൾക്കും എന്ന് പറയുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന സീനിയർ പല ആൾക്കാർക്കും ഇന്ന് മത്സരിക്കാൻ സീറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നും ചാനലിൽ വന്ന് സുധാകരനും മറ്റുള്ളവർക്കും വേണ്ടി ഈ മറ്റുള്ള ചാനൽ ചർച്ച ആൾക്കാരുകളുമായിട്ട് തല്ലുകൂടി എണീറ്റ് പോകുന്ന നേതാവിന് വരെ സീറ്റ് കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഒരുപാട് അസംതൃപ്തരായ തലമൂത്ത പ്രസ്ഥാനത്തിന് വേണ്ടി ദിവസവും ഛർദിച്ചു കൂട്ടുന്ന ഇത്തരം ആൾക്കാർക്ക് സീറ്റ് കൊടുക്കാൻ കഴിയാത്ത കോൺഗ്രസ് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അത് പൂർണ്ണ ചിത്രം കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ എത്ര റിബൽ സ്ഥാനാർത്ഥികൾ ഇപ്പോ വരും തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ 23-ാം തീയതി അല്ലെങ്കിൽ 26-ാം തീയതി കഴിയുമ്പോഴാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും സതീശൻ പറഞ്ഞ മാതിരി 24 അവറിന്റെ ഉള്ളില് സതീശൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചെങ്കിൽ ഡൽഹിയിൽ നിന്ന് ഞാൻ പറവൂരിൽ പറന്നെത്തുന്നാണ് സതീശൻ ഉദ്ദേശിച്ചത്, അല്ലാതെ സ്ഥാനാർത്ഥി നിർണയമൊന്നല്ല. പറവൂരിൽ വന്നിട്ട് ഏതൊരു പള്ളിയുടെ മണി അടിച്ചിട്ട് അവിടെ എന്തോ ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു, അത് എന്റെ അവകാശമാണ് എന്നാണ് ആ പള്ളിയിൽ കയറി നിന്നുകൊണ്ട് ഇന്നലെ സതീശൻ പറയുന്നത് ഞാൻ കേട്ടത്. അല്ലാതെ 24 മണിക്കൂറിനുള്ളിൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് സതീശന് തന്നെ നന്നായിട്ട് അറിയാമായിരുന്നു. അത് ജനങ്ങളും പത്രക്കാരും തെറ്റി എഴുതിയതായിരിക്കാം. 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളെ നിർണയം പൂർണ്ണമായി പ്രഖ്യാപിക്കും എന്ന് സതീശൻ എവിടെയും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് പത്രക്കാരുണ്ടായ ഒരു ന്യൂസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം, അല്ലെങ്കിൽ ഒരു തമാശ, സതീശന്റെ ഒരു തമാശയായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. എത്ര റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്ന് ഈ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ കുറെ സ്ഥാനാർത്ഥികളെ ഇപ്പോൾ തന്നെ LDF-ഉം BJP-യും സപ്പോർട്ട് ആക്കി കഴിഞ്ഞു. അതിൽ ഏറ്റവും ഓപ്പണായി ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞു. മുസ്ലിം ലീഗിൽ നിന്ന് ഒരു റിബൽ വന്നിരിക്കുകയാണ്, രണ്ടത്താനി. അദ്ദേഹത്തിന് തിരൂരങ്ങാടിയിൽ CPM-ന്റെ സ്വതന്ത്രനായിട്ട് അദ്ദേഹം ആൾറെഡി ഡിക്ലറേഷൻ നടത്തി കഴിഞ്ഞു. അദ്ദേഹം CPM-ന്റെ അതായത് LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തിരൂരങ്ങാടിയിൽ, അതായത് മുസ്ലിം ലീഗിന്റെ സമുന്നതനായ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് LDF-നെയും BJP-യെയും ഒക്കെ വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരുന്ന ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ആ രണ്ടത്താനി ഇന്ന് സീറ്റ് വിഭജനം കഴിഞ്ഞപ്പോൾ LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തിരൂരങ്ങാടിയിൽ ആൾറെഡി സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു. ഇതുപോലെ എത്ര സ്വതന്ത്ര കക്ഷികളായിട്ടുള്ള, അതായത് റിബൽ സ്ഥാനാർത്ഥികൾ എത്ര എണ്ണം ഉണ്ടാവുമെന്ന് വരും ദിവസങ്ങൾ, അതായത് അധികം ദിവസമൊന്നും വേണ്ട, 23, 26-ാം തീയതി കഴിഞ്ഞാൽ പൂർണ്ണമായ ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു പൂർണ്ണ ചിത്രം നമുക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. പലയിടങ്ങളിലും ഇപ്പോഴും പരിഭവങ്ങളും പരാതികളും ഒക്കെ കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഏത് രീതിയിൽ VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് മറ്റു ചിലരെ അനുനയിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് എന്നതും ഒരു വലിയ ചോദ്യമാണ്. അതിനിടയിലാണ് AK ആന്റണിയെ പോലെയുള്ളവരുടെ ചില പരാമർശങ്ങൾ കൂടി ശ്രദ്ധേയമാകുന്നത്. K സുധാകരൻ BJP-യിലേക്ക് ചേരുമോ എന്നൊരു ആശങ്ക അല്ലെങ്കിൽ
ഉത്കണ്ഠ കോൺഗ്രസിനകത്തു തന്നെ പലരിലും ഉണ്ടായിരുന്നു എന്നതാണ് AK ആന്റണിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.